കവർ സ്റ്റോറി: കുറ്റവും ശിക്ഷയും ഇസ്ലാമിൻ്റേത് മധ്യമ സമീപനം. ടി. മുഹമ്മദ് വേളം. അബ്ദുറഹീമിൻ്റെ മോചനത്തിനായി മലയാളി സമാഹരിച്ച 36 കോടി മലയാളിയുടെ മാനവികതയുടെ വിലമതിക്കാനാവാത്ത മൂല്യത്തിൻ്റെ അടയാളമാണ്. ഒപ്പം ഇസ്ലാമിക ശരീഅത്തിനെക്കുറിച്ച സംവാദങ്ങൾക്കും ഈ സംഭവം കാരണമായി. വിദ്വേഷ പ്രചാരണത്തിലേക്ക് അധപതിക്കാത്ത ആശയ സംവാദങ്ങളും ഒരു ജനതയുടെ കരുത്തിൻ്റെ നിദർശനം തന്നെയാണ്. ഇസ്ലാം പല കാലങ്ങളേക്കാൾ ആശയമണ്ഡലത്തിൽ സജീവമായ സന്ദർഭം കൂടിയാണിത്. വ്യത്യസ്ത മുസ്ലിം വിഭാഗങ്ങൾ ഇതിൽ ഇടപെടുകയും ഇതിനെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമിക നിയമവ്യവസ്ഥയിൽ മനഃപൂർവ്വമുള്ള കൊലപാതകത്തിന് അടിസ്ഥാനപരമായ ശിക്ഷ വധമാണ്. പ്രതിക്രിയ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നത് കാണാം. ഇത് സാധാരണ വിശ്വാസികളോടോ വിശ്വാസികളുടെ പൗരസംഘങ്ങളോടോ ഉള്ള ആഹ്വാനമല്ല, ഇസ്ലാമിക ഭരണകൂടത്തോടുള്ള ആഹ്വാനമാണ്. ഘാതകൻ സ്വതന്ത്രനാണെങ്കിൽ ആ സ്വതന്ത്രനായ ഘാതകനെ തന്നെ വേണം വധിക്കാൻ. സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയെ തന്നെ, അടിമയാണെങ്കിൽ ആ അടിമയെ തന്നെ. സൂറ അൽ-ബഖറ 178. ഘാതകനെ വധിക്കുന്നതിന് പകരം ഗോത്രത്തിലെ ആളുകളെ വധിക്കുക എന്ന രീതി പണ്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരാൾക്ക് പകരം ഒന്നിലധികം പേരെ വധിക്കുക മുതലായ രീതികളും ഉണ്ടായിരുന്നു. ഇത് ആധുനികപൂർവമായ രീതി മാത്രമല്ല, വളരെ പരിഷ്കൃതമെന്ന് അവകാശപ്പെടുന്ന സമകാലിക ജനാധിപത്യ സമൂഹത്തിലും അതിലെ പരിഷ്കൃത സാമൂഹികതയുടെ സംഘടിത രൂപമായ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഈ രീതി കാണാം. തട്ടിയവനു പകരം കിട്ടിയവനെ തട്ടുക. ഒരു പാർട്ടിയുടെ ഭാരവാഹി കൊല്ലപ്പെട്ടാൽ കൊന്നവന്റെ പാർട്ടിയുടെ അതേ സ്ഥാനമുള്ള ഭാരവാഹിയെ കൊല്ലുക എന്നതൊക്കെ ആധുനിക ജനാധിപത്യ സമൂഹത്തിലെ അംഗീകൃത നാട്ടുനടപ്പുകളാണ്. വ്യക്തികൾക്ക് അധികാരമില്ലാത്ത പ്രതിക്രിയാ അവകാശം അന്യായമായി കയ്യേൽക്കുക എന്ന തിന്മയുടെ ഒപ്പമാണ് ഘാതകരല്ലാത്തവരെ വധിക്കുന്ന ഈ ഗോത്രരീതി. ഭരണകൂടത്തിനു പകരം വ്യക്തികളും കുടുംബങ്ങളും പാർട്ടികളും നിയമം നടപ്പാക്കുന്നതിൻ്റെ അനിവാര്യ ദുരന്തം കൂടിയാണിത്. ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 178-ാം സൂക്തത്തിലാണ് പ്രതിക്രിയ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നും ഘാതകരുടെ മേലാണ് അത് നടപ്പാക്കേണ്ടത് എന്നും അള്ളാഹു പറയുന്നത്. തുടർന്നു പറയുന്നത് വധിച്ചവന് വധിക്കപ്പെട്ടവരുടെ കുടുംബം വിട്ടുവീഴ്ച നൽകുന്നതിനെക്കുറിച്ചാണ്. വിട്ടുവീഴ്ച 2 തരത്തിലാവാം. ഒന്ന് നിരുപാധികമായ വിട്ടുവീഴ്ചയാണ്. രണ്ടാമത്തേത് പണം വാങ്ങി നൽകുന്ന വിട്ടുവീഴ്ചയാണ്. വിട്ടുവീഴ്ചയെ അള്ളാഹുവും പ്രവാചകനും പ്രോത്സാഹിപ്പിച്ചു. അവിടെ മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യത്തെ ഓർമ്മപ്പെടുത്തുകയും ഇത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ലഘൂകരണവും കാരുണ്യവുമാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇതിലെ വ്യവസ്ഥകൾ ഏറ്റവും സുന്ദരമായ നിലയിൽ പാലിക്കണമെന്നും അതിനുശേഷം അതിക്രമങ്ങൾ കാണിക്കരുതെന്നും ഓർമ്മപ്പെടുത്തുന്നു. വധശിക്ഷാ ചർച്ചയിൽ പരിഗണിക്കേണ്ട 2 തലങ്ങളുണ്ട്. ഒന്ന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ഹൃദയവികാരങ്ങളാണ്. 2 ഘാതകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മാനുഷിക തലമാണ്. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് കൊലപാതകങ്ങൾ, സാമാന്യ മനുഷ്യരുടെ പ്രതികരണം കൊന്നവനെ ഏതുവിധേനയും കൊല്ലണം എന്നായിരിക്കും. അവന് അല്ലെങ്കിൽ അവൾക്ക് ഒരു മാപ്പും നൽകരുത് എന്ന് പൊതുജന മനസ്സുകൾ വിളിച്ചു പറയുന്നതിന് നാം എത്രയോ സാക്ഷിയായിട്ടുണ്ട്. മറുഭാഗത്ത് ആധുനിക ഭൗതികത ഘാതകന്റെ ജീവിക്കാനുള്ള അവകാശത്തിനൊപ്പം നിന്ന് സംസാരിക്കുന്നതും കാണാം. വിഷയത്തിന്റെ ഈ 2 തലങ്ങളെയും ഇസ്ലാമിൻ്റെതായ രീതിയിൽ സമന്വയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൊലപാതകത്തിനുള്ള അടിസ്ഥാനപരമായ ശിക്ഷ പ്രതിവധം തന്നെയാണ്. അപ്പോൾ മാത്രമേ മനുഷ്യജീവന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കപ്പെടുകയും മനുഷ്യജീവന് വിലയുണ്ടാവുകയുമുള്ളൂ. എത്ര നിസ്സാരമായ കാര്യങ്ങൾക്കാണ് നമ്മുടെ നാട്ടിലുൾപ്പെടെ മനുഷ്യരെ കൊല്ലുന്നത്. പ്രണയിച്ച പെൺകുട്ടി വിവാഹത്തിന് വിസമ്മതിച്ചാൽ വധിക്കപ്പെടാം. പാർട്ടി വിട്ടവന് പാർട്ടി വധം വിധിക്കാം. എതിർ പാർട്ടി പ്രവർത്തകൻ സ്വന്തം സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ ന്യായമായ രീതിയിൽ വോട്ട് സമാഹരിച്ച് വിജയിപ്പിച്ചാൽ അവൻ വധിക്കപ്പെടാം. കൊന്നാൽ താനും കൊല്ലപ്പെടുമെന്ന സാമൂഹിക അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യജീവൻ സുരക്ഷിതമാവുകയുള്ളൂ. ജീവനു പകരം ജീവൻ എന്ന നിയമവ്യവസ്ഥ കൃത്യമായി നടപ്പാക്കുന്നിടങ്ങളിൽ മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ കൊലപാതകങ്ങളുടെ നിരക്ക് കുറവാണ് എന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. അപ്പോഴും ഘാതകന്റെ മാനുഷിക തലത്തെ ഇസ്ലാം സമ്പൂർണ്ണമായി അവഗണിക്കുന്നില്ല. പക്ഷേ അത് പരിഗണിക്കാനുള്ള അവകാശം ഗവൺമെന്റുകൾക്കോ കോടതികൾക്കോ അല്ല, കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിനാണ് എന്ന് നിഷ്കർഷിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിട്ടുവീഴ്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു, നിർബന്ധമാക്കിയില്ല. നിർബന്ധമാക്കിയാൽ വധശിക്ഷാ നിയമവും അതിലൂടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ട തൽഫലങ്ങളും റദ്ദാക്കപ്പെടുകയാണ് ചെയ്യുക. ആധുനിക ലിബറലുകൾ വധശിക്ഷ എന്ന വിഷയത്തിലെ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെ വികാരങ്ങളെയും കൊലപാതകം എന്ന മനുഷ്യരാശിയോട് തന്നെയുള്ള അക്രമത്തെയും കാണാതിരിക്കുകയും ഘാതകന്റെ മനുഷ്യാവകാശത്തെ മാത്രം കാണുകയുമാണ് ചെയ്യുന്നത്.
വ്യക്തിവാദം ജീവിച്ചിരിക്കുന്നവരുടെ അവകാശത്തിന്റെ മാത്രം പ്രത്യയശാസ്ത്രമായി മാറുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ ജീവിച്ചിരിക്കാനുള്ള അവകാശത്തെപ്പോലും മറന്നുകളയുന്ന സമഗ്രതയും ഉദ്ഗ്രഥനവും ഇല്ലാത്ത വ്യക്തിവാദമാണിത്. മറുഭാഗത്ത് കമ്മ്യൂണിസം പോലുള്ള ആധുനിക പ്രത്യയശാസ്ത്രങ്ങൾ സമൂഹത്തിന്റെ താൽപര്യത്തിനു വേണ്ടി വ്യക്തികളോട് ഏതു തരത്തിലുള്ള അതിക്രമങ്ങളും നടത്താം എന്നു സിദ്ധാന്തിക്കുന്നവരാണ്. വർഗരഹിത സമൂഹത്തിന്റെ നിർമ്മാണത്തിനു വേണ്ടി ആരെയും വധിക്കാമെന്നതാണ് കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത. ലിബറലുകളുടേത് വ്യക്തിവാദത്തിന്റെ അതിരുകവിച്ചിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളുടേത് സാമൂഹികവാദത്തിന്റെ അതിരുകവിച്ചിലാണ്. ഇസ്ലാം വ്യക്തി സമൂഹ താൽപ്പര്യങ്ങളെ സമന്വയിപ്പിക്കുന്ന മധ്യമാർഗമാണ്. അബുൽ അല മൗദൂദി ചൂണ്ടിക്കാട്ടിയ പോലെ ഗോത്രങ്ങൾ പ്രതിക്രിയയിൽ അതിരുകവിഞ്ഞവരാണെങ്കിൽ ആധുനികർ ഘാതകനോടുള്ള വിട്ടുവീഴ്ചയിൽ അതിരുകവിയുന്നവരാണ്. ഇതിനെ രണ്ടിനെയും ശരിയായ വിധത്തിൽ സമതുലിതമാക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ഘാതകനെ വധിക്കുമ്പോൾ ഒരാൾ കൂടി കൊല്ലപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്ന് വധശിക്ഷാ വിരുദ്ധ ലിബറലുകൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ബുദ്ധിയുള്ളവരെ, പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ജീവന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന നിയമത്തിന്റെയും സംസ്കാരത്തിന്റെയും അഭാവത്തിൽ മനുഷ്യർ നിർബാധം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കും. വധശിക്ഷ നീതിപൂർവം നടപ്പാക്കിയാൽ അത് ജീവന് സുരക്ഷിതത്വം നൽകും. അവിടെ യഥാർത്ഥത്തിൽ പുലരുന്നത് മരണമല്ല, ജീവിതമാണ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അപൂർവങ്ങളായ വധക്കേസുകളിലാണ് വധശിക്ഷ വിധിക്കുന്നത്. അങ്ങനെ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുന്നവരിൽ മഹാഭൂരിഭാഗവും ദലിത്, പിന്നാക്ക ന്യൂനപക്ഷ സമൂഹങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന വിമർശനം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇത് പ്രതിക്രിയ എന്ന ശിക്ഷാരീതിയുടെ പ്രശ്നമല്ല, അത് നടപ്പാക്കുന്ന സാമൂഹിക രാഷ്ട്രീയ ഘടനയുടെ പ്രശ്നമാണ്. ഇത്തരം സാമൂഹിക രാഷ്ട്രീയ ഘടനകളുടെ പ്രശ്നങ്ങളും അവയുടെ അത്യാചാരങ്ങളും തുറന്നുകാട്ടപ്പെടേണ്ടവ തന്നെയാണ്. ആധുനിക ലിബറൽ ഗവൺമെന്റുകൾ ഒരിക്കലും വധശിക്ഷാ വിഷയത്തിൽ ഇളവ് നൽകാനുള്ള അധികാരം കോടതികൾക്കോ ഗവൺമെന്റിനോ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്കോ നൽകുന്നില്ല. ഇസ്ലാമിക നിയമവും ആധുനിക ലിബറൽ നിയമങ്ങളും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണിത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊളോണിയൽ ശക്തികളെ അത്ഭുതപ്പെടുത്തിയ ഒരു നിയമമായിരുന്നു ഇത്. മാത്രമല്ല, അത് ഒരിക്കലും വകവെച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അവരുടെ രാഷ്ട്രത്തെക്കുറിച്ച് സങ്കല്പം അത് അനുവദിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പൗരന്മാരുടെ രക്തത്തിന്റെ അവകാശം സമ്പൂർണമായും സ്റ്റേറ്റിൽ നിക്ഷിപ്തമാണ്. ശിക്ഷിക്കുന്നുണ്ടെങ്കിലും രക്ഷിക്കുന്നുണ്ടെങ്കിലും അത് സ്റ്റേറ്റിന് മാത്രമുള്ള അധികാരമാണ്. ഈ അധികാരത്തെയാണ് ഇസ്ലാം വികേന്ദ്രീകരിക്കുന്നത്. അടിസ്ഥാനപരമായി സ്റ്റേറ്റിന് ഘാതകനെ വധിക്കാൻ അധികാരമുണ്ടെങ്കിലും കൊല്ലപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് വിട്ടുവീഴ്ചക്കും അധികാരമുണ്ട്. ഇസ്ലാമിക വ്യവസ്ഥയിൽ കൊല്ലപ്പെട്ടവന്റെ വാദി ഭരണകൂടമല്ല, കുടുംബമാണ്. പൗരന്മാരുടെ രക്തത്തിന്റെ മുകളിലുള്ള അധികാരത്തിന്റെ പുറത്താണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്നത്. ഇസ്ലാം ഈ അധികാരത്തെ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിലേക്ക് വികേന്ദ്രീകരിച്ചു. ആധുനിക ഉദാര ജനാധിപത്യം പേരിൽ ഉദാരമാണെങ്കിലും പ്രയോഗത്തിൽ അത് കടുത്ത ഭരണകൂട കേന്ദ്രീകൃത സംവിധാനമാണ്. എല്ലാ പ്രധാന അധികാരങ്ങളും ഭരണകൂടത്തിൽ നിക്ഷിപ്തമാണ്. ഇസ്ലാമിന്റെ സമൂഹ ഭരണകൂട സങ്കല്പം തന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത്ര ഭരണകൂട കേന്ദ്രീകൃതമല്ല ഇസ്ലാമിന്റെ സമൂഹ സങ്കല്പം. ഭരണകൂടത്തെ എല്ലാറ്റിനും ആശ്രയിക്കേണ്ടതില്ലാത്ത വ്യക്തിയെക്കുറിച്ച സങ്കല്പമാണ് അതിനുള്ളത്. മാതാപിതാക്കളും മക്കളും അടങ്ങുന്ന കുടുംബം എന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനമാണ്. പല അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും ഇസ്ലാം കുടുംബത്തിന് നൽകുന്നുണ്ട്. വിശാല കുടുംബം എന്നത് അതിന് തൊട്ടു പിറകിലുള്ള സാമൂഹിക സംവിധാനമാണ്. ലോക്കൽ കമ്മ്യൂണിറ്റി എന്നതിനും ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. ഭരണകൂടത്തിന് പുറത്തുള്ള പൗരസമൂഹം എന്നതിനെയും ഇസ്ലാമിന്റെ സാമൂഹിക വിഭാവന വിലമതിക്കുന്നു. വഖഫ് പോലുള്ള സംവിധാനങ്ങളിലൂടെ സമുദായം സ്വയം തന്നെ വിവിധങ്ങളായ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ജനവിരുദ്ധമായ ഭരണകൂടങ്ങൾ നിലനിന്നിരുന്ന പല സന്ദർഭങ്ങളിലും ഇസ്ലാമിക സമൂഹം ജനക്ഷേമകരമായി മുന്നോട്ടു പോയത്. ലിബറൽ സമൂഹങ്ങളിൽ ഭരണകൂടം ജനവിരുദ്ധമായാൽ ജനജീവിതത്തിന്റെ എല്ലാ അടരുകളിലും അത് കരിനിഴൽ പടർത്തും. അവിടെ ജനക്ഷേമത്തിനുള്ള ഭരണകൂടേതരമായ വഴികൾ വളരെ ദുർബലമായിരിക്കും. റാഷിദുൽ ഖനൂഷി ഇസ്ലാമിന്റെ സാമൂഹിക രാഷ്ട്രീയ ഘടനയെക്കുറിച്ച് എഴുതുന്നു. സമൂഹത്തിന്റെ ചെലവിൽ തിടം വെക്കുന്ന ഒരു സർവാധിപത്യ രാഷ്ട്രസങ്കല്പമല്ല അത്. ഇതിൽ നിന്നൊക്കെ ഭിന്നമായി ഭരണാധികാര സങ്കല്പം ചരിത്ര സംഭവങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ അതിന്റെ പ്രവർത്തന മണ്ഡലം പരിമിതമാണെന്ന് ബോധ്യമാകും. അതായത് എല്ലാം രാഷ്ട്രം ചെയ്യുക എന്ന സങ്കല്പമല്ല ഉള്ളത്. വിദ്യാഭ്യാസം, നിയമാവിഷ്കാരം, ആരോഗ്യം, സാമൂഹിക സുരക്ഷ തുടങ്ങിയ നിരവധി മേഖലകൾ ഇസ്ലാമിക സമൂഹം തന്നെ നേരിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്യുക. ഈ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ സമൂഹത്തിന് കഴിയാതെ വരുമ്പോഴാണ് രാഷ്ട്രം ഇടപെടുക. അപ്പോൾ ഗവൺമെന്റിനെയല്ല സമൂഹത്തെയാണ് ശക്തമാക്കുകയും പ്രാപ്തമാക്കുകയും ചെയ്യേണ്ടത്.
ഈ വിധം സമൂഹം ശക്തമായി നിലകൊള്ളുമ്പോഴേ ഭരണാധികാരി അനുസരണയുള്ളവനും സഹായിയും സേവകനുമായി മാറുകയുള്ളൂ. അയാളുടെ അധികാരങ്ങൾക്ക് പരിധികളുണ്ടാകും. ആ അധികാരഘടന സുതാര്യമായിരിക്കും. ഇസ്ലാമിക രാഷ്ട്രത്തിലെ പൗരസ്വാതന്ത്ര്യം, പേജ് 179-180. നിയോ ലിബറൽ ആഗോളവൽക്കരണത്തിൽ നിന്ന് വ്യത്യസ്തമായ സമൂഹ രാഷ്ട്ര സങ്കല്പമാണിത്. ആഗോളവൽക്കരണത്തിൽ സംഭവിച്ചത് രാഷ്ട്രത്തിന്റെ ക്ഷേമ സംവിധാനങ്ങളെ പരമാവധി ഇല്ലാതാക്കുകയും ശിക്ഷാധികാരങ്ങളെ കൂടുതൽ കടുപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ലിബറൽ സമൂഹങ്ങളിൽ സമൂഹത്തിൻ്റെതായ ക്ഷേമ സംവിധാനങ്ങൾ ശക്തമായി നിലനിൽക്കുകയും ചെയ്യുകയില്ല. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഭരണകൂട ഭീകരതയാണ്. എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിക്കുന്ന ഭരണകൂട സങ്കല്പത്തിന്റെ സ്വാഭാവിക ഫലം കൂടിയാണിത്. ഇസ്ലാം അധികാരത്തിന്റെ ഈ പ്രശ്നത്തെ മറികടക്കുന്ന വഴികളിലൊന്ന് അധികാരത്തെയും ഉത്തരവാദിത്വത്തെയും സമൂഹത്തിന്റെ പല വിധാനങ്ങളിലേക്ക് വികേന്ദ്രീകരിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് പൗരന്റെ രക്തത്തിന്റെ അവകാശം ഇസ്ലാം സമ്പൂർണ്ണമായി രാഷ്ട്രത്തിന് നൽകാതിരുന്നത്.